ട്രൂക്കിന്റെ ബഡ്സ് F1 അൾട്ര ഇറങ്ങിയ സമയത്ത് തന്നെ ഞാനൊരു ഓവർവ്യൂ അതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൽ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിന്റെ അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ നമ്മുടെ ചാനലിൽ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിൽ കമന്റ് ആയിട്ടിട്ടുള്ളൂ. ഉടൻ തന്നെ ഞാനും വാങ്ങിച്ചങ്ങോട്ട് അൺബോക്സ് ചെയ്യുന്നുള്ളത്. എന്നാൽ കമന്റുകൾ വളരെ എന്താ പറയുക വിരളമായതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ വേണ്ട, ഒരു വെറുതെ എൻ്റെ കാശ് കളയണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ആക്ച്വലി വാങ്ങിക്കാണ്ടിരുന്നത്. എന്നാൽ കുറച്ച് കൂട്ടുകാർ എല്ലാ വീഡിയോകളിലും അതിനുശേഷം ഇറങ്ങിയ പല വീഡിയോകളിലും ഇതുപോലെ F1 അൾട്രയുടെ വീഡിയോ എവിടെയെന്ന് ചോദിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് വാങ്ങിച്ചു. ഇപ്പം കഴിഞ്ഞു പോയ നമ്മുടെ ബിഗ് അപ്ഗ്രേഡ് സെയിൽ നിന്നാണ് 999 ആയിരുന്നു പക്ഷേ ആ ഒരു പ്രോഡക്റ്റിൻ്റെ വില. പക്ഷേ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ മാർച്ച് 15-ാം തീയതിയാണ്. ഇപ്പോൾ നോക്കുമ്പോൾ 899 വന്ന് നിൽപ്പുണ്ട്. ചിലപ്പോൾ ഇന്നൂടെ ആ റേറ്റ് കാണത്തുള്ളൂ, നാളെ ആകുമ്പോഴത്തേക്ക് വീണ്ടും 999 എത്താൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് 999 അല്ല 899 ആയാലും ഈ ഒരു ട്രൂക്ക് ബഡ്സ് F1 അൾട്ര വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ സവിശേഷതകൾ എന്നാണ്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ട്രൂക്കിന്റെ ബഡ്സ് F1 അൾട്ര എന്ന് പറയുന്നത്. എന്തായാലും ബോക്സ് നല്ല രസമുണ്ട്, പ്രോഡക്റ്റിന്റെ ഫോട്ടോ ഉണ്ട്, അൾട്ര ലോങ് പ്ലേ ടൈം, കോട്ട് മൈക്ക് എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. ബാക്കിൽ നോക്കുവാണെങ്കിൽ ഇവിടെയും ഇക്വലൈസർ മോഡ്സ്, അൾട്രാ ലോ ലേറ്റൻസി, സിനിമാറ്റിക് മ്യൂസിക് എക്സ്പീരിയൻസ്, ഇൻസ്റ്റന്റ് പെയറിംഗ് എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റന്റ് പെയറിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇയർബഡുകളുടെ ലിഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി പെയർ ചെയ്യുമായിരിക്കാം. പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇവിടെ ട്രൂക്കിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്ക് നോർമലി നമ്മൾ ഇയർബഡുകൾ കേസിൽ നിന്ന് ഊരിയാൽ മാത്രമേ ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് റീകണക്ട് ആവത്തുള്ളായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലിഡിൽ നിന്ന് എടുത്താൽ മതിയായിരിക്കും. എന്തായാലും ഇയർബഡുകളുടെ കൂടെ ഒരു ടൈപ്പ് സി കേബിൾ ഉണ്ട്, അതേപോലെ തന്നെ 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഇയർ ടിപ്സുകളുണ്ട്, കൂടാതെ ഒരു യൂസർ ഗൈഡും കാണാം കേട്ടോ. അതേപോലെ തന്നെ ഒരു വാറണ്ടി കാർഡ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൂക്കിൻ്റെ പ്രോഡക്റ്റുകൾ നമ്മൾ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് മാൻഡേറ്ററി ആണ്. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾ മറക്കരുത്, പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. എന്തായാലും ഇയർബഡുകളും കണ്ട നമ്മുടെ കേസും ഒക്കെ സെപ്പറേറ്റ് ആയിട്ടാണ് വരുന്നത്. ജസ്റ്റ് നമുക്ക് കേസിലേക്ക് വെക്കാം. ഇയർബഡുകൾ വെച്ചപ്പോൾ തന്നെ ഉണ്ടോ ട്രൂക്കിൻ്റെ ആ ഒരു ലൈറ്റ് അങ്ങോട്ട് കത്തിയിട്ടുണ്ട്. ട്രൂക്കിൻ്റെ ലോഗോയിലാണ് ആ ലൈറ്റ്. നല്ല രസമുണ്ടല്ലോ അത് കാണാനായിട്ട്. നല്ല നല്ല ക്വാളിറ്റി ഉള്ളൊരു കേസ് കേട്ടോ. അതും 1000 രൂപയ്ക്ക് കിട്ടുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. ജസ്റ്റ് പ്ലെയിൻ കേസാണ്. എന്തായാലും ട്രൂക്കിൻ്റെ ലോഗോയിലാണ് ആ ഒരു ലൈറ്റ് കത്തി കിടക്കുന്നത്. RGB ആണെന്ന് പറയുന്നുണ്ട്, അതെങ്ങനെയാണെന്ന് എനിക്കിത് മനസ്സിലായിട്ടില്ല. പക്ഷേ ആ ഒരു വൈറ്റ് കളറിൽ മാത്രമാണ് കിടക്കുന്നത് കേട്ടോ. 580 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് ആക്ച്വലി ഈ ഒരു കേസിനുള്ളത്. കൂടാതെ അപ് ടു 60 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. 90 minutes വേണം 100% ഇത് ചാർജ് ആകാനായിട്ട്. 5V1 ആണ്, അതായത് 5 wattsന്റെ അഡാപ്റ്ററാണ് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നത്. പിന്നെ ടൈപ്പ് സി ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ 5V2A വെച്ച് ചാർജ് ചെയ്താലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ പറയാൻ പറ്റത്തില്ല, അവർ 5V1 പിന്നെ എപ്പോഴും അവർ ഈ 5V1 ആണ് പറയുന്നത് കേട്ടോ. ടൈപ്പ് സി ആയതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പിന്നെ ജസ്റ്റ് 10 മിനിറ്റ് ചാർജ് കഴിഞ്ഞാൽ 10 മണിക്കൂർ നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ഈ ഒരു കേസിൽ നിന്ന് ലഭ്യമാകുന്നതാണ്. ഇനി ഇതിൻ്റെ ലിഡ് ക്വാളിറ്റിയിലേക്ക് ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയും നല്ല സ്ട്രോങ് ഫീലും ആണ്. നോർമലി മറ്റുള്ളവരുടെ നോക്കുമ്പോഴത്തേക്ക് ഒരു ചീപ്പ് ക്വാളിറ്റി ഫീൽ ചെയ്യുന്നെങ്കിൽ ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് നല്ല സ്ട്രോങ് ആണ്. പിന്നെ ഞാൻ ഈ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോക്സിൻ്റെ ബാക്കിൽ വെച്ചിട്ടുണ്ടല്ലോ ഇൻസ്റ്റന്റ് പെയറിംഗ് എന്നുള്ളത്. ഞാൻ ആക്ച്വലി വിചാരിച്ചത് ഈ ലിഡ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെയർ ചെയ്യുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവുമെന്നുള്ളതാണ്. പക്ഷേ ഇതിലങ്ങനെ ആവത്തില്ല. ഈ കേസിൽ നിന്ന് അങ്ങോട്ട് ഇയർബഡുകൾ ഇങ്ങനെ ഊരിക്കഴിഞ്ഞാൽ മാത്രമേ റീകണക്ട് ആവത്തുള്ളൂ. അപ്പോൾ പിന്നെ കസ്റ്റമേഴ്സിനെ പറ്റിക്കുക എന്നുള്ള ഒരു സംഭവത്തിന് വേണ്ടി മാത്രമാണ് അത് ചോദിച്ചത്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇനി എന്തായാലും നമ്മുടെ ഇയർബഡുകളിലേക്ക് വരണമെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഇവരുടെ നോർമലി നമുക്ക് എപ്പോഴും കാണാൻ പറ്റുന്ന ആ ഒരു ഡിസൈൻ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഗ്ലോസി ഫിനിഷ് ആണ് ആക്ച്വലി നമ്മുടെ ഈ ഒരു സ്റ്റെമ്മിന്റെ പുറമേ ഉള്ള ഭാഗം, ബാക്കിയെല്ലാം ഒരു മാറ്റ് ഫിനിഷ് ആണ് കേട്ടോ. ട്രൂക്കിന്റെ ലോഗോ കാണാം, അതേപോലെ തന്നെ മുകളിൽ LED ഇൻഡിക്കേറ്റർ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. 13mm ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് കിട്ടുക. കൂടാതെ 10 മണിക്കൂറാണ് കമ്പനി അവകാശപ്പെടുന്ന സിംഗിൾ പ്ലേ ടൈം. പിന്നെ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി ഉണ്ട്, എത്ര മണിക്കൂറുണ്ട് 100%ലേക്ക് ഒന്നും തന്നെ എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ലേ. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എൻ്റെ ചെവിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് പാസീവ് നോയിസ് ക്യാൻസലേഷൻ വർക്കൗട്ട് ആവുന്നുണ്ട്. അതായത് എൻ്റെ ഓപ്പോസിറ്റ് നല്ല രീതിക്ക് ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇതങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് അത് അങ്ങോട്ട് ക്ലോസ്ഡ് അപ്പ് ആയി. അതുകൊണ്ട് തന്നെ നമ്മളൊരു അത്യാവശ്യം ക്രൗഡ് ആയിട്ടുള്ള പ്ലേസിൽ പോയിട്ട് പാട്ട് കേൾക്കുക, ഒരാടുത്ത് മിണ്ടുക, അല്ലെങ്കിൽ മൂവീസ് കാണുമ്പോഴത്തേക്ക് അത് നമ്മളങ്ങനെ വലിയ രീതിക്ക് അഫക്റ്റ് ആവാൻ പോകുന്നില്ല. ഈ ഒരു LED ഇൻഡിക്കേറ്ററിന് തൊട്ട് താഴെയായിട്ടാണ് നമ്മുടെ ടച്ച് സെൻസേഴ്സ്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്. ബേസിക് ടച്ച് കൺട്രോൾസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ജസ്റ്റ് ഒരു 1 ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും പറ്റും.
ഇനി വലതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ട്രാക്കിലേക്കും ഇടതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. പക്ഷേ ഇവിടെ പോകില്ല, കാരണം സ്പോട്ടിഫൈ നമ്മൾ പ്രീമിയം വാങ്ങിച്ചിട്ടില്ല. ഇനി ട്രിപ്പിൾ ടാപ്പ് നമ്മൾ വലതിൽ ചെയ്യുവാണെങ്കിൽ വോയിസ് അസിസ്റ്റൻസ് വർക്കാവും. അതേപോലെ തന്നെ ട്രിപ്പിൾ ടാപ്പ് നമ്മൾ ഇടതിൽ ചെയ്യുമ്പോഴത്തേക്ക് ലോ ലേറ്റൻസി മോഡ് ഓൺ ആക്കാനും അതുപോലെ തന്നെ ഓഡിയോ മോഡിലേക്കും വരും. കൂടാതെ ടാപ്പ് ആൻഡ് ഹോൾഡ് ഇപ്പോൾ ഏതിൽ ചെയ്താലും നമുക്ക് ഇതിനകത്തുള്ള 3 EQ മോഡ്സ് ഉണ്ട്, അത് അങ്ങോട്ട് സ്വിച്ച് ഓവർ ആവും കേട്ടോ. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ 100% നമ്മൾ പാട്ടാൽ പോലും യാതൊരുവിധ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99% പാട്ടുകളിലും. എന്നാൽ 1% പാട്ടുകളിൽ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. അത് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല, കാരണം 1000 രൂപയ്ക്കുള്ളൊരു ബജറ്റ് ഇയർബഡ് ആണ്. പിന്നെ ഇതിൽ എടുത്തു പറയുന്ന ഒരു പുതിയ തള്ളുണ്ട് കേട്ടോ. അത് ഈ 3 EQ മോഡ്സ് ഉണ്ട്, അത് ഓക്കെ. പക്ഷേ പണ്ടത്തെ ട്രൂക്കിൻ്റെ ഒരു തള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ഡിസൈൻഡ് ബൈ ജർമ്മനോ അല്ല ജർമ്മൻ ടെക്നോളജിയിലുള്ള ഇയർബഡോ അങ്ങനെ എന്തൊക്കെയായിരുന്നു പണ്ടത്തെ ആ ഒരു തള്ള്. ഞാൻ ആക്ച്വലി ആ ഒരു തള്ള് കേട്ടായിരുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് അൺബോക്സ് ചെയ്യുന്ന Q1 ബഡ്സ് Q1 വാങ്ങിച്ചത്. പക്ഷെ അത് കൈ കിട്ടിയപ്പോഴത്തേക്കും ആണ് മനസ്സിലായത് വെറുതെ ഉള്ള തള്ളായിരുന്നു എന്നുള്ളത്. അപ്പോൾ അതേപോലെ ഒരു തള്ളാണ് ആക്ച്വലി ഇപ്പോൾ തള്ളി മറിച്ചിരിക്കുന്നത്. ജർമ്മൻ ട്യൂൺഡ് 3 EQ മോഡ്സ്, അതായത് ഓൾറെഡി അവരുടെ ആ ഒരു ജർമ്മൻ ഡിസൈൻ അല്ലെങ്കിൽ ജർമ്മൻ മറ്റൊരു ഒരു തേങ്ങാ കൊല്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവം അങ്ങോട്ട് ആള് കേൾക്കില്ല എന്ന് വന്നപ്പോഴത്തേക്ക് ഉടനെ അടുത്തത് ജർമ്മൻ ട്യൂൺഡ് 3 EQ മോഡ്സ്. സത്യം പറഞ്ഞാൽ EQ മോഡ്സ് മുന്നേ ഉള്ളതിലൊക്കെ ഉണ്ട്, അതെന്താണോ അത് തന്നെയാണ് ഇവിടെ കിട്ടുന്നത്, അല്ലാണ്ട് വേറെ ഒരു വ്യത്യാസമില്ല. പിന്നെ ഈ ഒരു 360 ഡിഗ്രി സ്പേഷ്യൽ ഓഡിയോ എക്സ്പീരിയൻസ് ഒക്കെ കണ്ടിട്ട് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല എന്താണ് ആ ഒരു സ്പേഷ്യൽ ഓഡിയോ എക്സ്പീരിയൻസ്. എനിക്ക് തന്നെ കിട്ടിയില്ല, അതാണ് സത്യം കേട്ടോ. നോർമലി നമ്മളൊരു പാട്ട് കേൾക്കുന്ന ട്രൂക്കിൻ്റെ ഒക്കെ തന്നെ മറ്റുള്ള ഇയർബഡുകളിൽ കേൾക്കുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് ഇവിടെയും. പിന്നെ 3 EQ മോഡ്സ് ഉണ്ട്. അതിൽ ആ ഒരു ഡൈനാമിക് എന്നുള്ളൊരു EQ മോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഒരു എന്താ പറയുക ട്രെബിളും അതേപോലെ തന്നെ ബേസും ഒക്കെ ഡോമിനേറ്റ് ആക്കി നിർത്തുന്നുണ്ട്. എന്നാൽ ബേസ് ബൂസ്റ്റഡിൽ നല്ല രീതിക്ക് ബേസ് ബൂസ്റ്റഡ് ആണ്. അതേപോലെ തന്നെ മൂവി മോഡിലും നമുക്ക് ആ ഒരു വോക്കൽ കുറച്ച് എക്സ്പോസ് ചെയ്തിട്ട് നിർത്തുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു EQ മോഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ ബേസ് ബൂസ്റ്റഡ് അങ്ങോട്ട് ഇട്ടാൽ മതി, ഈ ഡയഫ്രം അടിച്ച് പോകുന്നൊരു രീതിയിലുള്ള ഔട്ട്പുട്ട് ആക്ച്വലി ഇവിടെ കിട്ടുന്നുണ്ട്. ബേസ് നല്ല രീതിക്ക് 3 എണ്ണത്തിലും ഉണ്ട് കേട്ടോ. എന്നാലും ബേസ് ബൂസ്റ്റിൽ കുറച്ചുകൂടി നല്ല രീതിക്ക് ബേസ് കൊണ്ടുവരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ബോട്ടിനെ തോപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം, കാരണം ബോട്ടാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നല്ല രീതിക്ക് ഒരു ബേസ്, അതായത് ബേസ് ലവേഴ്സിന് വേണ്ടി ഇറക്കുന്നത്. അപ്പോൾ അവരെ തോപ്പിക്കാൻ വേണ്ടി ആയിരിക്കണം ഇപ്പോൾ ജർമ്മൻ ട്യൂൺഡ് 3 EQ മോഡ്സിൽ ആ ഒരു ബേസ് ബൂസ്റ്റൊക്കെ കൊണ്ടുവന്നത്. പക്ഷേ അവിടത്തേക്ക് ആയിട്ടില്ല, ചിലപ്പോൾ 2-3 എണ്ണം ഇനിയിപ്പോൾ ഇറങ്ങുമ്പോഴത്തേക്ക് അതുപോലെ ആവുമായിരിക്കും. പക്ഷേ ബേസ് ഉണ്ട് കേട്ടോ. 999 രൂപയ്ക്ക് നിങ്ങൾക്ക് ട്രൂക്കിൻ്റെ ഒരു പ്രോഡക്റ്റ് വേണം, ബേസ് ബൂസ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകാം. അതർവൈസ് നിങ്ങൾ മറ്റുള്ള ബോട്ടിനെ വാങ്ങിക്കാനേ ഞാൻ പറയത്തുള്ളൂ. എന്തായാലും EQ മോഡ്സ് നിങ്ങൾ ഈ ഒരു ജർമ്മൻ ട്യൂൺഡ് ആ ഒരു സംഭവം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. നോർമലി ഉള്ള EQ മോഡ്സ് ഉണ്ടല്ലോ അത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. അത് മറ്റത് ജർമ്മൻ ട്യൂൺഡ് എന്ന് പറയുന്നത് നമ്മളെ ആളെ പറ്റിക്കാൻ വേണ്ടി. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രൂക്ക് ബഡ്സ് CF1 അൾട്രയിൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റിയാണ് ഇൻറ്റോളിൽ. ഞാൻ ആക്ച്വലി വളരെ നോർമലാണ് സംസാരിക്കുന്നത്. എന്തായാലും ഇതിനകത്ത് ക്വാഡ് മൈക്ക് വിത്ത് ENC ഉണ്ട്, അതായത് ഓരോ ഇയർബഡിലും 2 മൈക്ക് വീതം. ഞാനിപ്പോൾ ഇൻഡോറിലാണെങ്കിൽ പോലും എൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നല്ല രീതിക്ക് കാറ്റിങ് ഓട് അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാറ്റിൻ്റെ സൗണ്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് കേൾക്കണം. അത് കേട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് മനസ്സിലാക്കിക്കോളൂ, ആ ഒരു ENC നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. എന്തായാലും ഒരു കോളിംഗ് പേർപ്പസിന് വേണ്ടി നിങ്ങളൊരു പ്രോഡക്റ്റ് വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ ഇല്ലെന്നുള്ളത് ഈ ഒരു മൈക്ക് ക്വാളിറ്റി കേൾക്കുമ്പോൾ മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബ്ലൂടൂത്ത് വെർഷൻ 5.3 IPX5 ഒരു ഓവർ ട്രെയിൻ സെറ്റ് പ്രൊട്ടക്ഷൻ നമുക്ക് ഇവിടെ കാണാം. സോ അത്യാവശ്യം ഡ്രിസിലിങ്ങിനോ അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് വിയർപ്പും അല്ലെങ്കിൽ വെള്ളമൊക്കെ വീണാൽ പോലും അങ്ങനെ പെട്ടെന്ന് ഡാമേജ് ആയി പോകാനേ ചാൻസ് ഇല്ല. 1 വർഷം നമുക്ക് ഇതിന് വാറണ്ടി ഉണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അങ്ങോട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് വാറണ്ടി ക്ലെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ ഇവിടെ തിരുവനന്തപുരത്ത് പിക്കപ്പ് പോയിന്റ് ഉണ്ട്, ഞാൻ അവിടെ കൊണ്ട് അങ്ങോട്ട് കൊടുത്തേ ഉള്ളൂ. ഒരാഴ്ചയോ 15 ദിവസമോ അതിനിടയ്ക്ക് എന്തായാലും സാധനം തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു. റീഫർബിഷ്ഡ് അല്ലെങ്കിൽ റിപ്പേർഡ് ആണ് വരുന്നത്, അല്ലാണ്ട് പുതിയൊരു സാധനമൊന്നും അല്ല കേട്ടോ വരുന്നത്. ഓൾറെഡി ഞാൻ ആ ഒരു വാറണ്ടി ക്ലെയിം ചെയ്യുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒരു ഏകദേശം ഐഡിയ കിട്ടും. അപ്പോൾ ഇനി നമ്മുടെ 40 ms ലോ ലേറ്റൻസി മോഡ് PUBG പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കുക. അപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഫയർ ചെയ്തിട്ട് കൈ അങ്ങോട്ട് ട്രിഗറിന് എടുക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ഒരു സൗണ്ട് സസ്റ്റെയിൻ ചെയ്യുന്നത് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി.
സ്പ്രേ ചെയ്യുമ്പോഴത്തേക്ക് ഒരു പൊട്ടിക്ക് ഡിലേ മാത്രമാണ് ആക്ച്വലി നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത്. അല്ലാണ്ട് സിംഗിൾ ടാബിൽ ആക്ച്വലി ഡിലേ ഇല്ല. 40 ms അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ SBC കോഡൊക്കെ ഇട്ടിട്ടാണ് ആക്ച്വലി ഈ ഒരു 40 ms ലോ ലേറ്റൻസി മോഡ് അങ്ങോട്ട് ഓൺ ആക്കിയത്. അതുകൊണ്ടാണ് ആ ഒരു 40 ms മാക്സിമം ഔട്ട്പുട്ട് എനിക്ക് ഇവിടെ കിട്ടിയത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ട്രൂക്ക് ബഡ്സ് F1 അൾട്ര നമ്മൾ വാങ്ങിച്ച വർത്ത് ബൈങ് ആകുമെന്ന് വെച്ചാൽ 990 നോർമൽ റേറ്റ് എന്ന് തോന്നുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് 890 കാണാം. സ്പെക് വൈസ് ഉറപ്പായിട്ടും എന്താ പറയുക, നമുക്കൊരു ഗെയിമിങ്ങിന് അല്ലെങ്കിൽ മ്യൂസിക്കിന്, ഇനി അല്ല മൈക്ക് ക്വാളിറ്റി നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞല്ലോ. അപ്പോൾ അതിനൊക്കെ വെച്ച് വർത്ത് തന്നെ ഞാൻ പറയത്തുള്ളൂ. 990 കുഴപ്പമില്ല. ചിലപ്പോൾ ഇനി സ്പെഷ്യൽ ലോഞ്ച് ഓഫറിൽ 990 വന്നിട്ട് ഇനി ഒരു 1200 1300 പോകുന്നെങ്കിൽ നിങ്ങൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ 1000 രൂപയ്ക്കുള്ളിൽ ഈ ഒരു പ്രോഡക്റ്റ് വരുവാണെങ്കിൽ കണ്ണും പൂട്ടി വാങ്ങിക്കാം. അത്രയ്ക്കും എന്തായാലും കുഴപ്പമൊന്നുമില്ല, ബെറ്റർ തന്നെയാണ്. ബിൽഡ് ക്വാളിറ്റി കേട്ടോ, അതാണ് വീണ്ടും എടുത്ത് പറയേണ്ടത്. കുറച്ച് കൂട്ടുന്നുണ്ട് അവർ. നോർമലി മറ്റുള്ളതൊക്കെ ചീപ്പ് ക്വാളിറ്റി ആയിരുന്നെങ്കിൽ ഇവിടേക്ക് വന്നപ്പോഴത്തേക്ക് ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇപ്പോൾ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ജർമ്മൻ മെയ്ഡ് എന്നുള്ള സംഭവം. അത് ആക്ച്വലി ഇവിടേക്ക് വന്നിരുന്നെങ്കിൽ ഈ ഒരു ക്വാളിറ്റിയിൽ വന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചെങ്കിലും വിശ്വസിക്കാമായിരുന്നു. പക്ഷേ അന്നത്തെ ആ ഒരു Q1ൻ്റെ ക്വാളിറ്റി എന്ന് വെച്ചാൽ വളരെ മോശമായിരുന്നു. പക്ഷേ ഇവിടെ ഇത് കുറച്ച് ബിൽഡ് ക്വാളിറ്റി നല്ല രസമുണ്ട്. ഒരു 1500 രൂപയ്ക്ക് ഉണ്ടെങ്കിലും ഇവർക്ക് ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കാം. കാരണം ബോട്ടിൻ്റെ ഒരു 1500 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ആ ഒരു ക്വാളിറ്റി നമുക്കിപ്പോൾ ട്രൂക്കിൻ്റെ 1000 രൂപയ്ക്കുള്ളിൽ കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും 1000 രൂപയ്ക്കുള്ളിൽ ട്രൂക്കിൻ്റെ ബഡ്സ് F1 അൾട്ര വാങ്ങിക്കുന്നതിൽ വലിയ തെറ്റൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ്സും അതുപോലെ തന്നെ നല്ല സൈഡുകളൊക്കെ ഞാൻ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. വീഡിയോ പൂർണ്ണമായിട്ടും കണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്ത് ഈ ഒരു ട്രൂക്കിൻ്റെ ബഡ്സ് F1 അൾട്ര നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ദീപ് സ്റ്റോറിലേക്ക് വന്നോളൂ. അവിടെ നിങ്ങൾക്ക് ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച് തരുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഒരു ഇഷ്ടം ലൈക്കായിട്ടും കൂടാതെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടും കൂടാതെ നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് അങ്ങനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.